ഇന്ന് സാറ്റർഡേ ആണ്. അബിക്കുട്ടൻ ലീവാണ്. അപ്പോൾ കുറച്ച് നേരം ടി വി കാണും, പിന്നെ വന്ന് എന്നെ കുറച്ചേരം സ്നേഹിക്കും. അയ്യോ ഇവിടെ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല. ഇപ്പോൾ അടുപ്പിച്ചാൽ പിന്നെ ഭയങ്കര ഇതാണ് കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്ത് തന്നെ നമുക്ക് മനസ്സ് മടുപ്പിക്കുന്ന മഴയാണ്. അപ്പോൾ കേരളത്തിലെ പോലെ തന്നെ തമിഴ്നാട്ടിൽ മഴ തോരാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് നേരം മഴ പെയ്തു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് ഇലയടയാണ് ഉണ്ടാക്കിയത്. 2 വൈറ്റ് കളർ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ് ഞാൻ ഇലയട ഉണ്ടാക്കിയത്. രാവിലെ കഴിക്കണം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അബിക്കുട്ടൻ വീട്ടുണ്ട്. സൈഷേട്ടന് ഇന്ന് ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ രാവിലെ കാപ്പി കുടിച്ചിട്ട് ജോലിക്ക് പോയി. ഞാൻ ഇലയടയും പിന്നെ ഒരു ഗ്ലാസ് പാലുമായിട്ട് കഴിക്കുന്നുണ്ട്. അബിക്കുട്ടന് ഇലയട ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് തന്നെ അരമുറിയെ കഴിച്ചിട്ട് അവൻ കളിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ഇനി ഉച്ചയ്ക്ക് സൈഷേട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കറിയൊക്കെ വെക്കാൻ പോവുകയാണ് കാപ്പി കുടിച്ചിട്ട്. അപ്പോൾ ഇന്ന് കൊഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ മീനൊക്കെ വിഷമൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ മീനൊന്നും ആരും മേടിക്കുന്നില്ലെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നു കേട്ടോ. എന്നാലും മീനിന് ഒടുക്കത്തെ വിലയാണ്. മഴയും കാറ്റൊക്കെ കാരണം ആരും മീനൊന്നും പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ന് കിട്ടിയ ഫ്രഷ് കൊഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് ചോറ് വേവാറായി. തേങ്ങ വറുത്ത് തീയൽ വെക്കാൻ പോവാണ്. കൊഞ്ച് തീയൽ വെക്കാൻ പോവാണ്. തേങ്ങ വറുക്കാൻ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അബിക്കുട്ടൻ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അബിക്കുട്ടൻ ടി വി കാണുവാണ്. വലിയ ശല്യമൊന്നുമില്ല അബിക്കുട്ടനെ കൊണ്ട്. ടി വി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ കൊടുക്കുകയും ചെയ്താൽ അവൻ്റെ പാട്ടിന് പോയി നിന്നോളൂ. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ണാൻ വരും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കൊഞ്ച് തേലും പിന്നെ രസം വെക്കണം. അപ്പോൾ തേങ്ങ വേഗം നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം മഴ എത്തി തോന്നി നിൽക്കുവാണ്. നമ്മുടെ തേങ്ങ റെഡിയായി. മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വറുക്കുന്നത്. ഇത് കണ്ടോ, ഇത് കശുവണ്ടിയാണ്. ഇത് കേരളത്തിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുള്ളതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നട്ട്സ് മേടിക്കുന്നില്ല, കശുവണ്ടി മേടിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാനിത് അരി വെച്ചതിൻ്റെ ചോറ് വെച്ചതിൻ്റെ തീ കിടപ്പുണ്ട് അടുപ്പിൽ. അത് ഞാൻ ഇത്രയും ചുടാൻ പോവാണ് കേട്ടോ. നിറയെ കൊടുത്തിട്ടുണ്ട്. തീ പോട്ടെ. ഇത് അബിക്കുട്ടൻ സ്കൂളില്ലാത്തതായി നിൽക്കുക കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അബിക്കുട്ടൻ ലീവാണ്. അപ്പോൾ കുറച്ച് നേരം ടി വി കാണും, പിന്നെ വന്ന് എന്നെ കുറച്ചേരം സ്നേഹിക്കും. അയ്യോ ഇവിടെ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല. ഇപ്പോൾ അടുപ്പിച്ചാൽ പിന്നെ ഭയങ്കര ഇതാണ് കേട്ടോ. തങ്കച്ചിക്ക് വേദനിക്കെന്ന് പറയുമ്പോൾ മാറും. തങ്കച്ചിക്ക് വേദനിക്കും. പോ മാറും. വരും വന്നിട്ട് പോ. ശരി 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 പോ പോ. ഇത് നല്ല തീ എടുപ്പുണ്ട്. നമുക്കിത് ഈ കശുവണ്ടി ചുട്ടെടുക്കാം കേട്ടോ. ഇതുള്ളത് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കശുവണ്ടി പരിപ്പ് മേടിക്കണ്ട, നട്ട്സ് മേടിക്കണ്ട. ഭയങ്കര വിലയാണ് നട്ട്സിനെല്ലാം. അപ്പോൾ ബാക്കിയെല്ലാം നട്ട്സ് മേടിക്കും, അണ്ടിപ്പരിപ്പ് മാത്രം മേടിക്കത്തില്ല കേട്ടോ. അത് ചുട്ടാണ് ഞാൻ തിന്നുന്നത്. ഒരാൾ കണ്ടിക്കാൻ പോവാണ്. ഒരാളെന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞു കേട്ടോ. അത് നമ്മുടെ കേരളത്തിലെ കൊഞ്ചാണ്. ഇത് കൊഞ്ച് മനെ കൊഞ്ച് കണ്ടാ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള മീനാണ്. പക്ഷേ കണ്ടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചേ കാണും കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്നാണ് കേട്ടോ മീനെ കണ്ടിച്ച് നിന്നത്. മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. അബീ മീൻ കണ്ടിക്കുന്നതുകൊണ്ട് തന്നെ അബിക്കുട്ടനോട് കുറച്ച് നേരം വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അബിക്കുട്ടനാണ് കുറച്ച് നേരം എൻ്റെ ക്യാമറ കേട്ടോ. നേരെയൊന്നും പിടിക്കുന്നൊന്നുമില്ല. ഈ റെഡി പറയൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൊഞ്ച് തീയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കാരണം ഫ്രഷ് കൊഞ്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രസത്തിനുള്ള തക്കാളി വറുക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ രസവും വെച്ചു. മഴയായതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കറികൾ വേണ്ടി പെട്ടെന്ന് കാട്ടിക്കൂട്ടുവാണ്. അപ്പോൾ 1 മണിയാവാറായി. സൈഷേട്ടൻ വരാറായി. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ട് നല്ല കൊഞ്ച് തീയലും രസവും പിന്നെ മാങ്ങാച്ചാറും കൂട്ടി മഴയത്തൊരു പിടി പിടിച്ചു. അപ്പോഴേക്കും സൈഷേട്ടൻ വന്ന് സൈഷേട്ടന് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ അബിക്കുട്ടന് ചോറ് വരെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയും ഇതേ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ചായക്ക് സ്നാക്സ് ബിസ്ക്കറ്റായിരുന്നു, അതും വീഡിയോ എടുത്തില്ല. അങ്ങനെ സാറ്റർഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേക്ക് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ എടുത്തു. തലേന്ന് ചിക്കൻ എടുത്തുകൊണ്ട് വന്നു. രാവിലെ തന്നെ കറി വെച്ചു. ചിക്കനും പിന്നെ ചപ്പാത്തി കവർ റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചു. അത് ചുട്ടെടുത്തു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചോറിനുള്ള കറി ഒരുമിച്ചങ്ങ് റെഡിയാക്കി. ഞാൻ അബിക്കുട്ടനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദിയയും സൺഡേ ഒക്കെ ദിയ
അബികുട്ടൻ്റെ കൂടെ കളിക്കാൻ വന്നാൽ പിന്നെ വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടാണ്. അങ്ങനെ ഞാൻ എന്തിയേക്കും ചപ്പാത്തി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ വേഗം നമുക്ക് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ വേറെ കറിയൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ഒരു 12:30 ആകുമ്പോൾ ചോറ് കഴിച്ചു. സലാഡ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തു, മാങ്ങാച്ചാറുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടി ഞാൻ സൈശേട്ടനും പിന്നെ അബികുട്ടൻ്റെ കൂട്ടുകാരും ദിയയും കൂടെ ഇലയിട്ടിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. പിന്നെ സന്ധ്യയായി അബികുട്ടൻ്റെ കൂട്ടുകാർ ദിയ വീട്ടിൽ പോയപ്പോൾ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.